ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക്ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മലായി ചിക്കൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ചപ്പാത്തി, പൊറോട്ട, അതുപോലെ തന്നെ ഗീ റൈസിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി അരച്ചിട്ടുള്ള പേസ്റ്റായിട്ട് ഇതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക് കൂടി അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ. അതിൽ നിന്ന് 1 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നമ്മൾ പിന്നീട് കറിയിലേക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ചിക്കൻ ഒന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചെറുതായി ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതി കേട്ടോ. ഒത്തിരി നേരം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട. ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കപ്പോൾ മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് ഞാൻ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യൂബ്സ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി ഞാൻ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അതും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇവ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ മാറ്റി വെച്ച ബൗളിലേക്ക് ഞാൻ ഇതുകൂടെ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതേ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഒരു ബ്ലാക്ക് കാർഡമം, ഒരു ഗ്രീൻ കാർഡമം, 2 കരയാമ്പൂ ഇവയോട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇവ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതോടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസ് സവാളയാണെങ്കിൽ 2 സവാള എടുക്കാം കേട്ടോ. സവാള ചെറുതായി ഒന്ന് വഴന്നു വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് 3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വരണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ക്യുമിൻ സീഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ചെറുജീരകപ്പൊടി അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഉപ്പോട് ചേർത്ത് കൊടുക്കാം കേട്ടോ ടൈമിൽ. അപ്പോൾ ഇത് തിളച്ച് അതിൻ്റെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് നിങ്ങൾ കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചിക്കനും ക്യാപ്സിക്കം, സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു 3/4 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിത് മൂടി വെച്ച് കുക്ക് ചെയ്യുന്നത് കേട്ടോ.
നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ചിക്കനൊക്കെ വേവുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ബട്ടറിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതുകൊണ്ട് ഒത്തിരി നേരം വേവിക്കണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. ഏകദേശം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അതിനുള്ളിൽ തന്നെ ഇത് കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കറിയൊക്കെ ചെറുതായി ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനൊക്കെ പൊടിയാത്ത രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കസ്തൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കസ്തൂരി മേത്തി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് നെടുകെ കീറിയിട്ട് അതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറി റെഡി ആയതിന് ശേഷം നമ്മൾ പച്ചമുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എരിവപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 3 ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചമുളക്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി കേട്ടോ. നിർബന്ധമൊന്നുമില്ല പഞ്ചസാര ഇട്ട് കൊടുക്കണമെന്ന്, പക്ഷേ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മൂടി വെച്ചിട്ട് ഇത് അങ്ങനെ തന്നെ ഇരുന്നോട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. നല്ല കിടു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.